ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മട്ടൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. മലപ്പുറക്കാരുടെ സ്പെഷ്യലായിട്ടുള്ള മട്ടൻ ദം ബിരിയാണിയാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ മട്ടൻ ബിരിയാണി. നമ്മൾ ദമ്മ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് അടി കട്ടിയുള്ള ഏതൊരു പാത്രം യൂസ് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് കുക്കറാണ്. 10 ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് 1 കിലോൻ്റെ റൈസാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലപോലെ ചൂടായതിനു ശേഷം സവാള ഇട്ട് കൊടുക്കാം. ഈ സവാള പെട്ടെന്ന് തന്നെ ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ അതൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒന്നും ഞാൻ അളവ് പറയണില്ല. അതൊക്കെ മസാല നമുക്ക് ആവശ്യത്തിനുള്ളതിനനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ രീതിയിലേക്കാരും ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ട് തക്കാളിയും ഉള്ളിയും ഒക്കെ ഒന്ന് നല്ലതുപോലെ സോഫ്റ്റായി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല എരിവില്ല പച്ചമുളകാണ്. ഇനി ഇത്തിരി മല്ലിയില ഇട്ട് കൊടുക്കുക. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം, മസാല കൂട്ടുകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, എരിവിന് ആവശ്യത്തിനനുസരിച്ച് കുരുമുളക്, പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഞാൻ ഇത്രയും മസാലകളെ ചേർക്കണുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മട്ടന് അത്യാവശ്യം വേവുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഒരു ഹാഫൊക്കെ ഒഴിച്ചാൽ മതി. ഞാൻ ഇപ്പോൾ ഒന്ന് ഫുള്ള് ചേർത്തത് ഇതുകൊണ്ടാണ്. നമ്മൾ മട്ടന് അത്യാവശ്യം വേവുള്ളത് കൊണ്ട് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കട്ട തൈര് ഒഴിച്ച് കൊടുക്കാം. കട്ട തൈരിനെ ഒഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ലൂസായി ഉള്ള തൈരൊന്നും ഒഴിച്ച് കൊടുക്കരുത്. ഇപ്പോൾ നമ്മളെ മസാലയൊക്കെ ഒന്ന് ലൂസായി പോകും. അതുകൊണ്ടാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഞാനിതിലേക്ക് ചേർക്കുന്നത് മട്ടനാണ്. മട്ടന് 1 കിലോ മട്ടനാണ്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു വിസിൽ വന്നാൽ മതി കേട്ടോ. ആ ടൈം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്കില്ല ഉള്ളിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഞാൻ റൈസ് തിളപ്പിച്ച് ഊറ്റിയെടുത്തിട്ടാണ് ചെയ്യാറുള്ളത് കേട്ടോ. വറ്റിച്ചിട്ടല്ല ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മളെ റൈസിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഞാനതവിടെ റൈസ് അവിടെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് കളർ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിൽ നിന്നും
വേറെ പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കണം. ഇപ്പോൾ മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് വറവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. ഇപ്പോൾ ഇത് മൊത്തം ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ റൈസ് ഇവിടെ വെന്തിട്ടുണ്ട്. ഞാൻ ഊറ്റിയെടുത്തതാണ്. ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ദമ്മിടാറുള്ളത്. അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനി നമ്മൾ കുക്കറൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതൊരു മീഡിയം കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു വാഴൻ്റെ ഇല വെച്ചിട്ടാണ് ഞാൻ റൈസ് ഇട്ട് കൊടുക്കാറുള്ളത് കേട്ടോ. ഇതിൽ കണ്ടോ നമ്മൾ ആ മട്ടനിലുള്ള വെള്ളമുണ്ട്. അത് നമ്മൾ ദമ്മായി വരുമ്പോഴത്തേന് വെള്ളമൊക്കെ വറ്റി വരും. കുറച്ച് വെള്ളം അതിലുണ്ടാവണം, അപ്പോൾ അടി പിടിക്കാതെ കിട്ടും. ഇനി നമുക്കൊരു വാഴയില വെച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ തുണി വെച്ച് കൊടുക്കുക. അപ്പോൾ റൈസ് ഒന്നായിട്ട് നമുക്ക് അതിലേക്ക് പോവില്ല, ഇങ്ങനെ ഒന്ന് വേറിട്ട് നിൽക്കും. അതിനൊരു ടേസ്റ്റുമാണ് വാഴൻ്റെ ഇല വെച്ചിട്ട് ഇങ്ങനെ റൈസ് ഇട്ട് കൊടുക്കുമ്പോൾ. ഞാൻ ഈ റൈസിൽ പട്ട, ഗ്രാമ്പൂ, ഏല, പിന്നെ ബേ ലീവ്സ്, മല്ലിയില, ക്യാരറ്റ് ഇതിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ തിളപ്പിച്ച് ഊറ്റിയെടുത്തപ്പോൾ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിയും മുന്തിരിയും ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ബിരിയാണി മസാലൻ്റെ പൊടി കുറച്ച് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ, സ്റ്റെപ്പായിട്ടാണ് ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് ഇത്തിരി മല്ലിയില ഇട്ട് കൊടുക്കാം. സെയിം പ്രൊസീജിയർ തന്നെ ഞാൻ ചെയ്യേണ്ടത്, അപ്പോൾ അതേപോലെ തന്നെ ചെയ്യുക. ഇപ്പോൾ ഞാൻ മൊത്തം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നേരത്തെ ഉള്ളിയൊക്കെ വറുത്തെടുത്ത നെയ്യുണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ അടിക്കണ്ട, വിസിലിൻ്റെ ആ സൗണ്ട് വരുമല്ലോ അടിക്കല്ല, അപ്പോൾ നമ്മളിത് ഓഫ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളെ ബിരിയാണി ദമ്മായി വന്നിട്ടുണ്ട്. നല്ലൊരു മണമാണ് കേട്ടോ നമ്മൾ കുക്കർ തുറക്കുമ്പോൾ തന്നെ. ഇനി നമുക്ക് റൈസ് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ വാഴയില എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മളെ മട്ടനൊക്കെ കണ്ടില്ലേ, നല്ലതുപോലെ വന്നിട്ടുണ്ട്. അതിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അതിലെ വെള്ളം വറ്റിയിട്ട് ഇതുപോലെ വരുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ആവുക കേട്ടോ. അപ്പോൾ നമ്മളെ ഉള്ളിയൊക്കെ നല്ലതുപോലെ നല്ലൊരു സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഇട്ട റൈസൊക്കെ വൈറ്റ് കളറിൽ കിടക്കുന്നുണ്ട്,
ലാസ്റ്റത്തത് നമ്മളെ മസാലയത്തതൊക്കെ കയറിയിട്ട് അപ്പോൾ നല്ല രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ മലപ്പുറംകാരുടെ ഒരു സ്പെഷ്യലായിട്ടുള്ള ദം ബിരിയാണിയാണ്. അപ്പോൾ നമ്മുടെ മലപ്പുറം സ്പെഷ്യൽ മട്ടൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാണാനും നല്ല കളർഫുള്ളാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെയും കാണാം. അസ്സലാമു അലൈക്കും.